അപ്പൊ ഇതാ നമ്മളെ കൽപ്പറ്റയിൽ വീണ്ടും ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ നറുക്കെടുപ്പില് 1ാം സമ്മാനമാണ് അടിച്ചിട്ടുള്ളത്. ഇതാ ഇവിടെ വെച്ച് വിറ്റ ടിക്കറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി ഒരു തൊഴിലാളി. റാത്തക്കൊല്ലിയിലുള്ള ചുഴലിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പ്രസാദ് എന്ന് പറയുന്ന ആളാണ്. ലോട്ടറി വിൽപ്പനക്കാർ ഇവിടെ ഉണ്ട്. അവരതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയും. അപ്പൊ രാവിലെ അത് ഏൽപ്പിച്ചിട്ട് പോയി. ഉച്ചയ്ക്ക് നറുക്ക് വീണു, 1ാം സമ്മാനം കിട്ടി. അപ്പൊ ഇദ്ദേഹം അത് വിശ്വസ്തമായിട്ട് തിരിച്ച് മറ്റേയാൾ വന്നപ്പോ കാണിച്ചു അല്ലേ? ആ, ടിക്കറ്റ് വിറ്റ ആള് എന്താ പറയാനുള്ളത്? ഇത്രയും ടിക്കറ്റ് എടുക്കുന്ന ആളാണ്. ഇന്നലെ എടുത്ത് നോക്കി മേടിച്ച് വെക്കാൻ പറഞ്ഞു. അയാൾ നമ്പർ പോലും കണ്ടില്ല. നമ്മൾ അതോ ടിക്കറ്റ് എടുത്ത് വെച്ചു. അപ്പൊ അതിന് പ്ലേസ് വന്നേ പിന്നെയാണ് നമ്മൾ നമ്പർ പിന്നെ അറിയുന്നത്. അപ്പൊ ഇങ്ങനെ തോന്നുന്നതാണ് പ്ലേസ് ഉണ്ട്. അങ്ങനെ അയാളെ ടിക്കറ്റ് കിട്ടി അയാൾക്ക് ഏൽപ്പിച്ചു ടിക്കറ്റ് കൊടുത്തു. എന്റെ പേര് ജയരാജൻ എന്നാണ്. ജയരാജ് 24. നിങ്ങളുടെ പേര്? നിങ്ങളുടെ പേര് ജയരാജൻ. ടിക്കറ്റ് ലോട്ടറി അടിച്ച ആള് പ്രസാദൻ. ചുഴലിയിലുള്ള ആള് ജയരാജ് ലോട്ടറി എന്നാണ് അറിയപ്പെടുന്നത്. ആ, ജയരാജ് ലോട്ടറി. പിന്നെ ഇത് അങ്ങേരെ എടുത്തോണ്ട് വന്ന ടിക്കറ്റ് ആണോ? അതായത് കഴിഞ്ഞ പ്രാവശ്യം 1ാം സമ്മാനം അടിച്ച അമ്മ ലോട്ടറി ഏജൻസിന്ന് തന്നെ എടുത്താണ് നമ്മൾ എടുത്ത് കൊണ്ടുവന്നതാണ്. ഹോൾസെയിലുകാരെടുത്ത് നമ്മൾ എടുത്തു. കരയെ നമ്മളെടുത്ത് കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുവന്നിടത്താണ് എടുത്തു വെച്ചത്. അതാണ് ടിക്കറ്റിന്റെ പൈസയൊക്കെ ആദ്യം തന്നായിരുന്നോ? ഇല്ലല്ലോ, പൈസ ഇപ്പോഴാണ് വന്നത്. പൈസ ഇപ്പോഴാണ് പൈസ തന്നെടുത്തത്. അതാണ് ലോട്ടറി അടിച്ചതിന് ശേഷം 1 കോടി അടിച്ചതിന് ശേഷമാണ് ടിക്കറ്റിന്റെ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് വാങ്ങിപ്പോയത്. ഇപ്പൊ ഇവിടെ വലിയൊരു ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. ടിക്കറ്റ് കച്ചവടം നടക്കുന്നുണ്ട്. നമ്മള് ധാരാളം ആളുകൾ വന്ന് ടിക്കറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കൽപ്പറ്റയിൽ ഇനിയും ഭാഗ്യം വരട്ടെ അല്ലേ? അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ജിൻസ് തോട്ടുന്നവരൊപ്പം CB ഷിബു, വയനാട് വിഷൻ.